ഹലോ. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ചധികം ദിവസമായി. ബാക്ക്ഗ്രൗണ്ട് നിങ്ങളാരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഹോസ്റ്റലേഴ്സിന് നന്നായിട്ട് അറിയാം നമ്മുടെ റൂമൊക്കെ എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ചെടി ഞാൻ പറിച്ചിട്ട് റൂമിൽ കൊണ്ടുവരുന്നത്. ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് ഇതിൽ അങ്ങനെ വളർച്ചയായിട്ടൊന്നും കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ട് ഇലയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നല്ല നീളമുള്ളൊരു മണി പ്ലാന്റ് ആയിരുന്നു. ഞാനത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ചത്. ഇപ്പം ഞാൻ കാണിക്കുന്ന ആ ഭാഗം, ആ ഒരു ഉണങ്ങിയ ഭാഗം കൊണ്ട് ആണ് ഞാൻ കട്ട് ചെയ്തത്. പക്ഷേ ആ കട്ട് ചെയ്ത ആ ഭാഗം ഉണങ്ങി ഫുള്ളായിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്ന് പിടിച്ച് കിട്ടി. അപ്പോൾ നമുക്കിന്ന് വെറുതെ ഒരു വീഡിയോ എടുക്കാം, ചുമ്മാ ഒരു ഈവനിങ് ഗ്ലോ. ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് 2 മണിക്ക്. അപ്പം ഞാൻ പോകുന്ന വീഡിയോസാണിത്. അപ്പോൾ നമുക്ക് ഞായറാഴ്ച ലിഫ്റ്റ് ഉണ്ടാവില്ല, ഇതുപോലെ സ്റ്റെപ്പ് ഇറങ്ങണം. സ്റ്റെപ്പ് ആൻറ്റിമാർ തുടച്ചിട്ടുണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ ഇറങ്ങണം. നമ്മൾ റൂമിൽ കണ്ട ഒരു മണി പ്ലാന്റിന് തന്നെ കുറച്ചും കൂടെ വലിയ ഇലയുള്ളൊരു മണി പ്ലാന്റ് കേട്ടോ. അത് നമ്മുടെ ഗേൾസിൻ്റെ ഹോസ്റ്റലും അതുപോലെ നമ്മുടെ കോളേജ് വരുന്നത് ഒരേ കോമ്പൗണ്ടിൽ തന്നെ കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഹോസ്പിറ്റൽ വരെ നടന്നിട്ട് വേണം പോകാൻ. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു, കാരണം 2 മണിയാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. പോകുന്നവർക്ക് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണിച്ചു തരാനൊന്നുമില്ല, എന്നാലും എനിക്ക് കണ്ടുപോകാൻ ഇതുപോലെ കുറേ ചെടി, പൂവ്, കായൊക്കെ റോഡിലുണ്ട്. ശരിക്കും ഈ പൂക്കളുടെ കളറും ഭംഗിയൊക്കെ കാണുമ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ട് നടാൻ തോന്നുമെങ്കിലും പക്ഷേ ഇതിങ്ങനെ കാട് പോലെ പിടിച്ചിട്ടായിരിക്കും പൂവ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അത്ര ഭംഗി ഉണ്ടാവില്ല വീട്ടിൽ നടുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വീഡിയോ എടുത്ത് നടക്കുന്നത് കൊണ്ട് ആ റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞതേ ഉള്ളത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എൻ്റെ ചെരുപ്പിൽ ഇങ്ങനെ ഒട്ടിയിട്ട് ഞാൻ നടക്കുമ്പോൾ ഇങ്ങനെ ഒട്ടി പോകുന്ന കണ്ടപ്പോഴാണ് ഞാൻ ചെരുപ്പിൽ നോക്കിയത്. പോകുന്ന വഴിക്ക് ഈ ഒരു കനാലുണ്ട് കേട്ടോ. ആ കനാലിൻ്റെ സൈഡിൽ ഒരു കൊക്ക് മീനെ പിടിക്കാനിരിക്കുന്നുണ്ട്. ശരിക്കും കുറേ മീൻ ചാടി കളിക്കുന്നുണ്ടായിരുന്നു. ആ കൊക്കിപ്പം മീനെ പിടിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ ഓണാക്കി നിന്നതാണ്. പക്ഷേ ആ കൊക്ക് പിടിച്ചില്ല. വെറുതെ നിന്ന് സമയം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ നേരെ നടന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇതാണ്, നല്ല രീതിയിൽ കാലിലൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സൈഡിൽ കുറേ മീനുകൾ ചാടിക്കളിക്കുന്നുണ്ടായിരുന്നു. ആ കൊക്ക് ഇവിടെ നിന്നിരുന്ന ആ കൊക്കിന് ഉറപ്പായിട്ടും മീൻ കിട്ടിയാണ്. അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളൊരു മഴ കേട്ടോ. അതിൽ ഫുൾ ഒരു യെല്ലോ കളർ പൂവായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പോയിട്ട് ദോശ കഴിച്ചു. ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളൊരു തട്ടുകട കേട്ടോ. ഇവിടെ ദോശ, ചമ്മന്തി, പിന്നെ സാമ്പാർ, ചട്നി ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ദോശ കിട്ടും. പിന്നെ ഞങ്ങൾ ചിക്കൻ ഫ്രൈയും കൂടെ വാങ്ങിച്ച് ഞാൻ നേരെ ഡ്യൂട്ടിക്ക് പഞ്ചിൻ ചെയ്ത് കയറി. ഇനിയിപ്പോൾ അങ്ങോട്ട് വീഡിയോസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട, കാരണം നമുക്ക് അകത്ത് അങ്ങനെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. സൺഡേ ഈവനിങ് ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് കേസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം ഒരു മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മന്തി വന്നു കഴിഞ്ഞപ്പോൾ 2 കേസാണ് ആഡ് ആയത്. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ച് ഉഷാറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് പോയത് നമ്മുടെ സ്ഥിരം സ്പോട്ടായിട്ടുള്ള CR7-ലാണ്. അവിടെ പോയിട്ടൊരു നല്ല അടിപൊളി ചീസി ലോഡഡ് ഫ്രൈസൊക്കെ കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അവിടുത്തെ ലോഡഡ് ഫ്രൈസ്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്